ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനുഷ്യർക്ക് പൊതുവെ സഹിക്കാൻ പറ്റാത്ത ഒന്നാണ് ഇൻസൾട്ട്. രോഗം, പട്ടിണി ഇതൊക്കെ സഹിക്കാം, പക്ഷേ ഇൻസൾട്ട് അത് ഒരുപാട് പേർക്ക് മാനസിക പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇൻസൾട്ട് അഥവാ അപമാനം ആളുകളെ ആത്മഹത്യയിൽ കൊണ്ടെത്തിക്കാറുണ്ട്. എന്നിട്ട് നമ്മൾ ചോദിക്കുകയും ചെയ്യും, ഇതിനൊക്കെ ആത്മഹത്യ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? ശരിയാണ്, ഇതിന് ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യവും എന്ന് നമുക്കറിയാം. നമ്മുടെ ശരിക്കുള്ള പ്രശ്നം എന്താണെന്നോ, ഈ ഇൻസൾട്ടിനെ കുറിച്ച് നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കാറില്ല. ഇൻസൾട്ട് വരുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാകുന്നു. പലപ്പോഴും ഇൻസൾട്ടഡ് ആകുന്ന ആളുടെ പ്രശ്നമായിട്ട് അത് മാറുന്നു. ഇൻസൾട്ട് ചെയ്തവരൊരു കൂസലുമില്ലാതെ നടക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയുടെ ചർച്ചാ വിഷയം എന്താണെന്നോ, ഒരാൾ നമ്മളെ ഇൻസൾട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പാഴാക്കി കളയാനുള്ളതാണോ നമ്മുടെ ജീവിതം? ഒരിക്കലുമല്ല. ഇൻസൾട്ടിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഇൻസൾട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷമം നിറഞ്ഞ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായി. അതുകൊണ്ട് വീണ്ടും ഇത് ചർച്ച ചെയ്യണമെന്ന് തോന്നി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ കാര്യം, ഈ ഇൻസൾട്ടഡ് ആകുന്ന ആളുടെ പ്രശ്നമല്ല ഇത്, ഇൻസൾട്ട് ചെയ്യുന്നവരുടെ പ്രശ്നമാണ്. അവരെക്കുറിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മാനസികാരോഗ്യമില്ലാത്തവരാണ് അവർ. ചില ആളുകൾ പറയാറില്ലേ, ഞാനങ്ങനെ ഇൻസൾട്ട് ചെയ്യണമെന്നൊന്നും ഉദ്ദേശിച്ചില്ല, മറ്റേയാളെ കറക്റ്റ് ചെയ്യലായിരുന്നു എൻ്റെ ഉദ്ദേശം. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇൻസൾട്ട് കറക്റ്റ് ചെയ്യാനുള്ളൊരു മാർഗമേ അല്ല. കറക്ഷനാണ് ഉദ്ദേശമെങ്കിൽ വേറെ മാർഗങ്ങളുണ്ട്. നമ്മുടെ ചുറ്റുപാടിൽ എന്താ ചെയ്യാറുള്ളത്, ഇൻസൾട്ടഡ് ആകുന്ന ആളെയാണ് നമ്മൾ മോശക്കാരനോ മോശക്കാരിയോ കാണുന്നത്. പക്ഷേ അതിനേക്കാളൊക്കെ വലിയ തെറ്റ് ചെയ്യുന്നത് ഇൻസൾട്ട് ചെയ്യുന്ന ആളാണ്. അത്രയും അവജ്ഞയോടുകൂടി അവരെ നോക്കിക്കാണാൻ നമുക്കാകണം. രണ്ടാമത്തെ കാര്യം, എന്നെ ഒരാൾ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അത് ഞാൻ മോശമായിട്ടുള്ളൊരു കാര്യം ചെയ്തിട്ടാകണമെന്നില്ല. ലോകത്ത് പലതരം ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ആരും എന്നെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു വാശിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഒന്നും ചെയ്യാതിരുന്നാൽ മതി. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നവരെയാണ് മറ്റുള്ളവർ ഇൻസൾട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം, ഫലമുള്ള വൃക്ഷത്തിനെ കല്ലേറുണ്ടാവുകയുള്ളൂ. ഇൻസൾട്ടഡ് ആകുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർ നിരീക്ഷിക്കുന്നുണ്ട്. അതവർക്ക് ചിലപ്പോൾ അസൂയ ഉണ്ടാക്കുന്നുണ്ടാകാം, അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടാകാം. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിനനുബന്ധമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇൻസൾട്ടഡ് ആകുമ്പോൾ ഈ ഒരു വശം കൂടി ചിന്തിക്കണം. നമ്മൾ ലൈവായിട്ടിരിക്കുന്നു, നമ്മൾ സ്വന്തമായിട്ട് നിലപാടുകളുള്ളവരാണ്. ഇതൊക്കെ ആയിരിക്കാം ഇൻസൾട്ട് ചെയ്യാൻ മറ്റേയാളെ പ്രേരിപ്പിക്കുന്ന കാര്യം. മൂന്നാമത്തെ കാര്യം, എന്നെ ഒരു പെൺകുട്ടി ഫോൺ ചെയ്തിരുന്നു. കല്യാണം കഴിച്ച കുട്ടിയാണ്. ഇൻസൾട്ടാണ് വിഷയം. ഇപ്പോൾ പെൺകുട്ടി സ്വന്തം വീട്ടിലാണ്, ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കാറില്ല. കാരണം എന്താണെന്നോ, അമ്മായിയമ്മ എപ്പോഴും ഇൻസൾട്ട് ചെയ്യുന്നു, എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ഭക്ഷണം എടുക്കുമ്പോൾ അതിലൊക്കെ ഇടപെടും, നീ ഇങ്ങനെ വലിച്ചുവാരി കഴിക്കരുതെന്നൊക്കെ പറയും. അങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു, അപ്പോൾ കുട്ടി എന്താ ചെയ്യാറുള്ളത്? ഞാൻ അവിടെ പോയി നിൽക്കാറേ ഇല്ല. ഇനി അഥവാ അവിടെ നിൽക്കുമ്പോൾ എന്നെ അവരങ്ങനെ ഇൻസൾട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ മുറിയടച്ചിട്ടിരുന്ന് കരയും. അപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മായിയമ്മ പറഞ്ഞിട്ടാണോ മുറിയടച്ചിട്ടിരുന്ന് കരയുന്നത്? അപ്പോൾ ആ കുട്ടി പറഞ്ഞു, അല്ല, എനിക്ക് സ്വയം കരയാൻ തോന്നി ഞാൻ കരയുന്നതാണ്. ഇൻസൾട്ട് ചെയ്യുന്നത് അമ്മായിയമ്മയാണ്. ഇൻസൾട്ടഡ് ആകണോ വേണ്ടയോ എന്നുള്ളത് ആ കുട്ടിയുടെ ചോയ്സാണ്. വലിച്ചുവാരി ഇങ്ങനെ കഴിക്കരുതെന്ന് പറയുമ്പോൾ കുട്ടിക്ക് മറുപടി പറയാമല്ലോ, എനിക്ക് നല്ല വിശപ്പുണ്ടമ്മേ, ഞാൻ എന്തായാലും ഇത് കഴിക്കാൻ പോവാണ്. ഇങ്ങനെയൊക്കെ മറുപടി കൊടുക്കാനായിട്ട് അവിടെ യാതൊരു തടസ്സവും ഇല്ല. പലപ്പോഴും നമ്മളുടെ ഒരു മൗനാനുവാദം, നമ്മുടെ സമ്മതത്തോടു കൂടി നമ്മൾ ഇൻസൾട്ടഡ് ആകുന്ന അവസ്ഥ, ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട തീരുമാനം ഇതാണ്. നോബഡി ക്യാൻ മേക്ക് മീ ഫീൽ ഇൻസൾട്ടഡ് വിത്തൗട്ട് മൈ കൺസെൻറ്റ്. ഇത് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് 2-3 തവണ പല അവസരത്തിൽ പറഞ്ഞിട്ടുള്ളൊരു വാചകമാണ്. ഇത് ഇങ്ങനെ പറയാൻ കാര്യം, ഇങ്ങനൊരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ എടുക്കുന്നോ അപ്പോൾ നമ്മൾ രക്ഷപ്പെടും. നാലാമത്തെ കാര്യം, ഈ തൊട്ടാവാടി നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ചെടിയല്ലേ. തൊട്ടാവാടിയുടെ ഒരു പ്രത്യേകത എന്താ? ഒരുപാട് ചെടിയുടെ ഇടയിൽ ഒരു തൊട്ടാവാടി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ തൊട്ടാവാടിയെ പോയി തൊടും. കാരണം അതിങ്ങനെ ചുരുങ്ങി പോകുന്നത് കാണാൻ നമുക്ക് നല്ല രസമാണ്. ഇതുപോലെ തന്നെയാണ് ചില ആളുകൾ പെട്ടെന്ന് എഫക്റ്റഡ് ആകുമല്ലോ. ഏതായാലും ഇൻസൾട്ട് ചെയ്യുന്നവരുടെ ഉദ്ദേശം മറ്റേയാളിനെ വിഷമിപ്പിക്കുക എന്നത് തന്നെയാണ്.
മറ്റേയാൾ വിഷമിക്കുന്നത് കാണുമ്പോൾ അവർക്ക് സന്തോഷമാകും. ഒരുപാട് സങ്കടപ്പെടുക, വിഷമിച്ചിരിക്കുക, ഇതൊക്കെ വീണ്ടും വീണ്ടും ഇൻസൾട്ട് ചെയ്യാനുള്ള പ്രചോദനമാണ് മറ്റേയാൾക്ക് കൊടുക്കുന്നതെന്ന് മറന്നു പോകരുത്. നമ്മൾ തൊട്ടാവാടി ചെടിയൊന്നുമല്ല കേട്ടോ ഇങ്ങനെ തൊട്ടാവാടിയായിട്ടിരിക്കാൻ. അഞ്ചാമത്തെ കാര്യം, ഈ ഇൻസൾട്ട് ചെയ്യുന്ന ആളെ തകർക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് സ്റ്റേ കാം. ഒരു കാര്യം നമ്മൾ ഓർക്കണം, നമ്മുടെ എല്ലാ അഭിപ്രായങ്ങളും മറ്റുള്ളവർക്ക് സ്വീകാര്യമാകണമെന്നില്ല. എത്ര നല്ല കാര്യം ചെയ്താലും വിമർശിക്കാൻ ആളുണ്ടാവും, അവർ നമ്മളെ ഇൻസൾട്ട് ചെയ്തെന്നിരിക്കാം. ഇതെല്ലാം ജീവിതത്തിലെ ചില അവസ്ഥകളാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സ്റ്റേ കാം, ശാന്തമായിട്ടിരിക്കുക, ശാന്തമായിട്ട് മറുപടി കൊടുക്കുക. ഇനി ഇഗ്നോർ ചെയ്യാം. ഒരിക്കൽ ക്ലാസ്സിലെ ഒരു പാർട്ടിസിപ്പൻ്റ് എന്നോട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുകയായിരുന്നു. ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ, ആരെങ്കിലും നമ്മളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ സ്റ്റേ കാം. അപ്പോൾ ആ പാർട്ടിസിപ്പൻ്റ് എന്താ ചോദിച്ചതെന്നോ, അപ്പോൾ അതൊരു തോൽവിയാവില്ലേ എന്ന്. നമ്മളെ ഒരാളിങ്ങനെ ചീത്ത പറയുമ്പോൾ നമ്മളിങ്ങനെ ശാന്തമായിട്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തോൽവിയായിട്ട് അയാൾക്ക് തോന്നില്ലേ? അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. അതാണ് വിജയം. ഇൻസൾട്ടഡ് ആകുമ്പോൾ വായ തോന്നിയതൊക്കെ തിരിച്ചു വിളിച്ചു പറയുക എന്നുള്ളത് ആർക്കും സാധ്യമാവുന്ന ഒരു കാര്യമാണ്. തൊട്ടാവാടികളായി പെരുമാറുക, കരയുക, ഇതൊക്കെ സാധാരണ ആളുകൾ ചെയ്യുന്നതാണ്. ശാന്തമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയൊരു വിജയമാണ്, നമ്മുടെ മനസ്സിൻ്റെ മേലുള്ള വിജയം. ആറാമത്തെ കാര്യം, ചിലർ നമ്മളെ വല്ലാതെ കുറ്റപ്പെടുത്തുമല്ലോ. നമുക്കപ്പോൾ അവരെ ഞെട്ടിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യാം, അതങ്ങോട്ട് എഗ്രി ചെയ്യുക. ബൈബിളിൽ ഇതിന് നല്ല ഉദാഹരണങ്ങൾ കാണാം അല്ലേ? ബൈബിളിൽ യേശുക്രിസ്തു ചെയ്തിരുന്നത് അതാണ്. ആളുകൾ കുറ്റപ്പെടുത്തുമ്പോൾ, ഇൻസൾട്ട് ചെയ്യുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞൊരു മറുപടിയുണ്ട്, നീ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞല്ലോ. അതൊരു ഷോക്കിംഗ് മറുപടിയാണ് കേട്ടോ. ഏഴാമത്തെ കാര്യം, ഈ ഇൻസൾട്ട് പലതരത്തിലുണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ എല്ലാവരും കൂടിയിരിക്കുമ്പോൾ നമ്മളെ ആരെങ്കിലും കളിയാക്കുന്നു, ഇൻസൾട്ട് ചെയ്യുന്നു, എല്ലാവരും അതൊരു തമാശ പോലെ കരുതി പൊട്ടിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പറഞ്ഞ ആളോട് അത് ഒരിക്കൽ കൂടി പറയാൻ ആവശ്യപ്പെടാം. അയാൾക്ക് പിന്നെ അത് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. ഇനി അഥവാ പറഞ്ഞാൽ തന്നെ ബാക്കിയുള്ളവർ അത് ശ്രദ്ധിക്കില്ല, അതിനെ എല്ലാവരും കൂടി ഇഗ്നോർ ചെയ്യും. ഈ രണ്ടാമതൊന്ന് ഇത് പറയിപ്പിക്കുമെന്ന് അയാൾ എന്തായാലും പ്രതീക്ഷിക്കില്ലല്ലോ. അപ്പോൾ അയാളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് അങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അയാൾ ഷോക്ക്ഡായിട്ട് പിന്നെ ഒന്നും സംസാരിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്കാവും. 8, നമ്മൾ സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളും നിലപാടുകളും ഉള്ളവരായിരിക്കുക. ഓരോ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാവണം, അത് ധൈര്യമായിട്ട് പറയണം. ഞാൻ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുമ്പോൾ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ച് കൃത്യമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറയാറുള്ളത്. അതുകൊണ്ടൊരു ഗുണമുണ്ട്, വേറെ ആളുകൾ അതിനോട് യോജിക്കണമെന്നില്ല എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ട്. ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമാണ്. അഭിപ്രായങ്ങൾ ഇഷ്ടപ്പെടാതെ വരുമ്പോൾ കളിയാക്കലുകൾ, കുറ്റപ്പെടുത്തലൊക്കെ സംഭവിക്കാം. പക്ഷേ ഞാൻ സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാൻ താല്പര്യപ്പെടുന്നത് കൊണ്ട്, ഞാൻ എൻ്റെ അഭിപ്രായത്തെ ബഹുമാനിക്കുന്നത് കൊണ്ട് ഞാൻ മറ്റുള്ളവരുടെയും അഭിപ്രായത്തെ ബഹുമാനിക്കുന്നു. അപ്പോൾ അതൊരു ഇൻസൾട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറില്ല. ഞാനതിനെ കാണാറുള്ളത് അതവരുടെ അഭിപ്രായം, ഇതെൻ്റെ അഭിപ്രായം. എന്തായാലും ഇൻസൾട്ട് കുറേ അധികം പേരുടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാൻ മടിക്കരുത് കേട്ടോ. ഒരുപക്ഷെ വേറെ ആർക്കെങ്കിലും ഇത് പ്രയോജനപ്പെട്ടേക്കാം. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.